അപ്പോൾ ഇത് സംഭവം നമുക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് പ്രോഡക്റ്റ് എന്ന് എനിക്കറിയില്ല. നന്ദിത എനിക്ക് വേണ്ടിയിട്ട് ആണോ, എനിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞ ഒരു ആമസോൺ ഇസുന. ശരി, ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. വലിയൊരു ബോക്സാണ് ഇത്, കണ്ട വലിയ ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്താണെന്ന് അറിയില്ല, അത് സസ്പെൻസാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ലാപ്പ് ഡെസ്ക് പില്ലോ. ഇഷ്ടപ്പെട്ടാ? നമുക്ക് നോക്കാം എന്താണ്. വലിയൊരു ബോക്സാണ് കേട്ടോ. അവിടുന്ന് മാറി സൈഡിലേക്ക് മാറിയിട്ട് ഇരിക്കുന്ന സാധനമാണോ? കൊച്ചങ്ങൾ നീങ്ങിക്കുക, എന്നാലും വീഡിയോ കാണുള്ളൂ. ഇവിടുന്ന് നോക്ക്, ഇവിടുന്ന് വീഡിയോയിലേക്ക് നോക്ക്. ഓ, ഇതാണ് ഇന്ന് നന്ദിത ഓർഡർ ചെയ്ത സാധനം കേട്ടോ. പ്രീമിയം ലാപ്ടോപ്പ് ഡെസ്ക് പില്ലോ. നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. വലിയൊരു ബോക്സ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി നമുക്ക് പൊട്ടിക്കാണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. കുറച്ച് മാറിയിരിക്കും, അവിടുന്ന് മാറി നിന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ, ഇതാണ് സംഭവം കേട്ടാ. ഏത് കയറല്ലേ യേശു അതിനകത്ത് കയറിയിരിക്കാൻ പോണ്. മോനെ അതിനകത്ത് കയറല്ലേ? ബോക്സ് പൊട്ടിപ്പോകും മോനെ. അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തിരിച്ചയക്കണ്ടേ? ബോക്സ് വേണ്ടേ? അപ്പൊ നമുക്ക് ഇതൊന്ന് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇതാ ഒരു സംഭവം ഉണ്ട്. പിന്നെ എന്തൊക്കെയാന്ന് നോക്കട്ടെ. പിന്നെ 2 കുഷ്യൻ പോലെ സാധനമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയേട്ടാ. നോക്കട്ടെ എന്തൊക്കെയാണ് എൻ്റെ സെറ്റപ്പ് നോക്കട്ടെ. പിടിച്ച് ഒരു യൂസേഴ്സ് മാനുവൽ ഉണ്ട്. പിന്നെ ഇത് മൊന്നിക്ക് നോക്കട്ടെ സിബാണത്. ഫോവറ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫോർ ഹെൽത്തി പോസ്റ്റർ. മറി ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവം, എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു കാറ്റലോഗാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കാം ഇതെങ്ങനെയൊന്ന് അസംബിൾ ചെയ്ത് വെക്കാൻ നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കാം. ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമുക്ക് ലാപ്ടോപ്പൊക്കെ നമുക്ക് മടിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഞാൻ ടോപ്പ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം നമുക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് വെച്ച് ഇങ്ങനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ ഇത് ഇവിടെ നല്ല സ്മൂത്ത് സർഫേസാണ്. ഇവിടെ വാട്ടർ പ്രൂഫാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് കമ്പനി അവകാശപ്പെടുന്നത്. നല്ല സ്മൂത്താണ് കേട്ടോ. നമുക്കിവിടെ മൗസൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാം. ഞാൻ വെച്ച് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഇത് അസംബിൾ ചെയ്തൊന്നൊരു കാണിച്ചു തരാം. നേരത്തെ അസംബിൾ ചെയ്ത് കാണാൻ പറ്റിയില്ല. ഇത് നല്ല ചെറിയ കുഷ്യൻ ഫീലിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് ഭാഗം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൻ്റെ അടിഭാഗം ഇതാണ് വരുന്നത്. ഇതെല്ലാം നമുക്കിങ്ങനെ മാറ്റാൻ പറ്റുന്നത് കണ്ടോ. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പാഡാണിത് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഇത്തിരി പതിഞ്ഞിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്, ഈ പാഡ് കണ്ടോ. ഇതിങ്ങനെ വെക്കാൻ പറ്റും. ഇനിയുള്ളത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് മാറ്റാൻ പറ്റും. അത് ചെറിയ ഗ്രിപ്പുണ്ട്. ഈ 2 സൈഡിലും തന്നെ ഗ്രിപ്പുണ്ട് കേട്ടോ. സിമ്പിളാണിത് കണ്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഗ്രിപ്പുണ്ട്. ഈ ഗ്രിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഈ ഒരു ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞ ഷേപ്പ്. നമുക്ക് കൈ വെച്ച് ഹാൻഡ് റെസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടുന്ന രീതി കണ്ടോ. ഈ ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഗ്രിപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കൈ വെച്ചിരിക്കാൻ പറ്റും. അതുപോലെ ഈ സൈഡും അതുപോലെ തന്നെയാണ് ഗ്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ 2 സൈഡിലൊരു ഒരു പാഡുണ്ട്. ഈ പാഡ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സിബൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പോക്കറ്റ് പോലെയാണെന്ന് തോന്നുന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, എന്തിനാണ് അതിൻ്റെ പർപ്പസ് എന്ന് അറിയില്ല. ആ ഉള്ള കുഷ്യനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനോ മറ്റു സൗകര്യത്തിന് വേണ്ടി ആയിരിക്കണം സിബ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് ഇതിനോടൊപ്പം വെച്ച് കണ്ടോ, ഈ ഹൈറ്റിൽ വെച്ചിട്ട് അടിയിൽ ഗ്രിപ്പ് കൊണ്ട് ഒട്ടിക്കുക, ചേർത്ത് ഒട്ടിക്കുക കണ്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാം, ഇങ്ങനെ വെച്ചിരിക്കാം.
അപ്പോൾ ഞാനത് ലാപ്ടോപ്പ് വെച്ച് കാണിക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ സൗകര്യം കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ലോപ്പായിരിക്കും നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്. നമ്മൾ ചെയറിലോ സോഫയിലോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കഴുത്തിനൊക്കെ കുറച്ച് റെസ്റ്റ് കിട്ടും. നമുക്ക് മറ്റേ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടെന്നുള്ളതാണത്. അപ്പോൾ നമുക്ക് കാറിലും വെച്ചിട്ടൊക്കെ ഇത് വർക്ക് ചെയ്യാം കേട്ടോ. കാറിൽ ബാക്ക് സീറ്റിലോ ഫ്രണ്ട് സീറ്റിലോ ഒക്കെ ഇരുന്നിട്ട്, എനിക്ക് തോന്നുന്നു ബാക്ക് സീറ്റ് ആയിരിക്കും കൺവീനിയൻറ്റ്, ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ സൗകര്യം. ഈ പ്രോഡക്റ്റ് സൗകര്യം. പ്രോഡക്റ്റുകൾ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മൂത്താണ് കേട്ടോ. കൈ ഇങ്ങനെ വെച്ചിരിക്കാം, റെസ്റ്റ് ചെയ്തിരിക്കാം. നമുക്ക് ഷോൾഡർ പെയിൻ ഒന്നും ഉണ്ടാവില്ല. കൈയൊക്കെ ഫ്രീ ആയിട്ട് ഒരേ ലെവലിൽ കൈ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഷോൾഡർ പെയിൻ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നന്ദിതയുടെ ഒരു ഗിഫ്റ്റാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ നന്ദിയോട് പ്രത്യേകം താങ്ക് യു പറയുന്നു. സർപ്രൈസായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ഐറ്റം ഓർഡർ ചെയ്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഐറ്റം വന്നു കഴിയുമ്പോൾ അറിയാം, സസ്പെൻസാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി വലിയ സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു നന്ദിത. അപ്പോൾ ഇതാ ഈ സൈഡിലൊരു പോക്കറ്റൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഫോണൊക്കെ വെക്കാം. നമുക്കിവിടെ ഫോണൊക്കെ വെച്ചിരുന്നിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോൺ വെക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ പോക്കറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. നമുക്ക് ഫോണോട് വെച്ചിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എടുത്ത് നമുക്ക് സംസാരിക്കാൻ കാര്യം ചെയ്യാം. പിന്നെ ഫോൺ ഇതിനകത്ത് തന്നെ സൂക്ഷിക്കാം. അത്യാവശ്യം വലിയ പോക്കറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ ബോക്സിൽ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രീമിയം ലാപ്പ് ഡെസ്ക് പില്ലോ ആണ്. ഇതിൻ്റെ അടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ബേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ബേസ് വിത്ത് അഡ്ജസ്റ്റബിൾ ഹൈറ്റ്. ഒരു ചെറിയ പാഡ് കാണിച്ചിട്ടുണ്ടായില്ലേ, അത് വെച്ചിട്ട് കണ്ടോ അതിൻ്റെ അടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്ലെക്സ് ലെതർ ടോപ്പാണ് ഫോർ സ്മൂത്ത് മൗസ് യൂസേജ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ റിമൂവബിൾ ആം റെസ്റ്റാണ് ഫോർ കോമ്പാക്റ്റ് സ്റ്റോറേജ്. നമുക്ക് അഴിച്ചുകൂടെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഇൻ്റഗ്രേറ്റഡ് യൂട്ടിലിറ്റി പോക്കറ്റ്സ് ഫോർ കീപ്പിംഗ് എസെൻഷ്യൽസ് ഹാൻഡി. ഇതിൻ്റെ സൈഡിൽ പോക്കറ്റ് ഞാൻ കാണിച്ചു തന്നില്ല, അതിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇതിൻ്റെ വില വരുന്നത് MRP 8,499 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്, ഇത് വാങ്ങിക്കുമ്പോൾ അന്ന് 4,567 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അതിൻ്റെ പ്രൈസ് അന്ന് വാങ്ങിക്കും. പ്രൈസ് എപ്പോഴും വേരി ചെയ്തേക്കാം. പിന്നെ മറ്റു പ്രത്യേകിച്ച് ഈ മൗസ് ഇവിടെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു പാഡ് വേണ്ട എന്നുള്ളതാണ്. സെപ്പറേറ്റ് പാഡ് വേണ്ട. ഇതിൻ്റെ സർഫേസ് അതുപോലെ ഒരു ചെറിയ മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, എന്നാൽ നല്ല സ്മൂത്താണ്. നന്നായിട്ട് ഇതാ മൗസ് നല്ല സ്പീഡിൽ ഒന്ന് ചെറിയ ഒരു ചലനം മതി മൗസ് വർക്ക് ചെയ്യാനായിട്ട്. അത്രയും നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല സ്മൂത്താണ്. ഇനി ഞാനൊരു യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് ബോക്സ് അൺബോക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ച് അസംബിൾ ചെയ്തൊന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഫർദർ നമുക്ക് ഇതിൻ്റെ ഒരു കംഫർട്ടും മറ്റു കാര്യങ്ങളും ഇത് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയെന്നൊക്കെ നമുക്കൊന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അനുഭവം ഞാൻ പറയാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.